തിരുവനന്തപുരത്ത് IB ഉദ്യോഗസ്ഥ ജീവനൊടുക്കിയ സംഭവത്തിൽ മുൻ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷ് റിമാൻഡിൽ 14 ദിവസത്തേക്കാണ് സുഗാന്തിനെ റിമാൻഡ് ചെയ്തത്. റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചു, പലതവണ പണം കൈപ്പറ്റിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്തിൽ നിന്ന് തന്നെയെന്ന് ഡോക്ടർ മൊഴി നൽകി. ദിവസത്തേക്കാണ് മുൻ IB ഉദ്യോഗസ്ഥൻ സുഗാന്ത് സുരേഷിനെ റിമാൻഡ് ചെയ്തത്. ഇന്ന് പുലർച്ചെയാണ് സുഗാന്തിനെ കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് എത്തിച്ചത്. സുഗാന്തിനെ കസ്റ്റഡിയിൽ വാങ്ങി ചോദ്യം ചെയ്യാനാണ് പോലീസ് തീരുമാനം. റിമാൻഡ് റിപ്പോർട്ടിലെ വിശദാംശങ്ങൾ ന്യൂസ് മലയാളത്തിന് ലഭിച്ചു. വിവാഹ വാഗ്ദാനം നൽകി യുവതിയെ ലൈംഗികമായി ഉപയോഗിച്ചുവെന്നും സുഗാന്ത് യുവതിയിൽ നിന്ന് പലതവണ പണം കൈപ്പറ്റിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശം. സുഗാന്ത് വിവാഹത്തിൽ നിന്ന് പിന്മാറിയതാണ് ആത്മഹത്യയ്ക്ക് കാരണം. IB ഉദ്യോഗസ്ഥയുടെ 6 മാസത്തെ ശമ്പളം സുഗാന്തിന്റെ അക്കൗണ്ടിലേക്ക് പോയതിന്റെ തെളിവ് പോലീസിന് ലഭിച്ചു. സുഗാന്ത് നിരവധി സ്ത്രീകളെ ലൈംഗികമായി ദുരുപയോഗം ചെയ്ത വിവരങ്ങളും റിമാൻഡ് റിപ്പോർട്ടിലുണ്ട്. IAS കോച്ചിങ്ങിന് ജയ്പൂരിൽ പഠിക്കുന്ന സമയത്ത് മറ്റൊരു യുവതിയെ വിവാഹ വാഗ്ദാനം നൽകി സുഗാന്ത് ലൈംഗികമായി ചൂഷണം ചെയ്തു. ട്രെയിനിംഗ് സമയത്ത് മറ്റൊരു യുവതിയെയും വിവാഹ വാഗ്ദാനം നൽകി ലൈംഗികമായി സുഗാന്ത് ഉപയോഗിച്ചുവെന്നും കണ്ടെത്തി. തിരുവനന്തപുരത്തും ചെന്നൈയിലും പ്രതി യുവതികളെ എത്തിച്ച പീഡനത്തിനിരയാക്കിയെന്നും റിമാൻഡ് റിപ്പോർട്ടിൽ പരാമർശമുണ്ട്. ജീവനൊടുക്കിയ IB ഉദ്യോഗസ്ഥ ഗർഭിണിയായത് സുഗാന്തിൽ നിന്ന് തന്നെയെന്ന ഡോക്ടറിന്റെ മൊഴിയും നിർണായകമായി. കഴിഞ്ഞ മാർച്ച് 24-നാണ് തിരുവനന്തപുരം പേട്ടയ്ക്ക് സമീപം റെയിൽവേ ട്രാക്കിൽ പത്തനംതിട്ട സ്വദേശിയായ IB ഉദ്യോഗസ്ഥയുടെ മൃതദേഹം കണ്ടെത്തിയത്. യുവതിയുടെ ആത്മഹത്യയിൽ ആരോപണവിധേയനായ സുഗാന്ത് സുരേഷ് ഇന്നലെ ഉച്ചയ്ക്ക് 12 മണിയോടെയാണ് കൊച്ചി സിറ്റി പോലീസിനു മുമ്പാകെ കീഴടങ്ങിയത്. കേസിൽ പ്രതി ചേർത്തതോടെ 2 മാസത്തോളമായി ഇയാൾ ഒളിവിൽ കഴിയുകയായിരുന്നു. ജാമ്യം അനുവദിച്ചാൽ കേസിനെ ഗുരുതരമായി ബാധിക്കുമെന്ന് വിലയിരുത്തി ഹൈക്കോടതി മുൻകൂർ ജാമ്യ ഹർജി തള്ളിയതിനു പിന്നാലെയാണ് സുഗാന്ത് കീഴടങ്ങിയത്. പ്രതിക്കെതിരെയുള്ള ആത്മഹത്യാ പ്രേരണ കുറ്റം പ്രഥമദൃഷ്ട്യാ നിലനിൽക്കുമെന്ന് നിരീക്ഷിച്ച കോടതി പ്രതിക്ക് കീഴടങ്ങാമെന്നും വാക്കാൽ വ്യക്തമാക്കിയിരുന്നു. ആത്മഹത്യാ പ്രേരണ കുറ്റമടക്കം സുഗാന്തിനെതിരെ ചുമത്തിയിരുന്നു. തുടർന്ന് സുഗാന്തിനെ ജോലിയിൽ നിന്ന് IB പിരിച്ചുവിട്ടു. ന്യൂസ് മലയാളം, തിരുവനന്തപുരം.